എന്തൊക്കെയുണ്ട്? സുഖാണോ എല്ലാവർക്കും? അപ്പൊ ഞാനിവിടെ അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പൊ അതിലൂടെ ആരോ പോയി. ഹായ്, എന്തൊക്കെയുണ്ട്? സുഖാണോ എല്ലാവർക്കും? അപ്പൊ ഞാനിവിടെ അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് ഞാൻ റെഡി ആയിട്ട് ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഞാൻ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ പോവാണ് കേട്ടോ. തൊട്ടടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനം വാങ്ങിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ഞാൻ വിചാരിച്ചു ട്രെയിനൊക്കെ കയറിയിട്ട് കുറച്ച് ദൂരം ഒന്ന് ട്രാവൽ ചെയ്തിട്ട് വരാന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടി ഇറങ്ങുകയാണ്. ഇന്ന് രാവിലത്തെ വെതർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചില്ല. ഭയങ്കര കാറ്റായിരുന്നു. കാറ്റിനേക്കാൾ കൂടുതൽ കാറ്റും തണുപ്പും അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു. ഇപ്പോഴും ചെറുതായിട്ട് കാറ്റൊക്കെ അടിക്കുന്നുണ്ട്. മഴക്കാറ് കാണാനുണ്ട്. പക്ഷെ എന്നാലും ഇങ്ങനെ ഒരു സമയത്ത് ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നത് നല്ല രസമല്ലേ? അപ്പോൾ ഇവിടുന്ന് ഒരു 15 മിനിറ്റ് ട്രാവൽ ചെയ്യാനേ ഉള്ളൂ. മെട്രോയിൽ വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ പോയിട്ട് നമുക്ക് അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ചു വരും. അപ്പോൾ എല്ലാവർക്കും ടേസ്റ്റി ട്രാവൽ ഡയറീസിൻ്റെ ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് എനിക്ക് അധികം തണുപ്പ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇച്ചിരി സൺലൈറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ക്ലൈമറ്റ് മാറി, നന്നായിട്ട് തണുക്കുന്നുണ്ട്. സ്വെറ്റർ എടുത്ത് നന്നായി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ പെട്ടുപോയേനെ. നന്നായിട്ട് തണുക്കുന്നുണ്ട്. പോരാത്തതിന് മഴ പെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ട്. കുടയൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് നല്ല കാറ്റാണ്. നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുന്നുണ്ടെന്ന് അറിയുന്നില്ല. ഞാൻ മെട്രോ സ്റ്റേഷനിലെത്തി. പക്ഷെ നല്ല മഴ പെയ്യുന്നുണ്ട്. നല്ല തണുപ്പും. എൻ്റെ തുണികളൊക്കെ ഞാൻ പുറത്തിട്ടിട്ടാണ് പോകുന്നുള്ളത്. അതെല്ലാം നനഞ്ഞിട്ടുണ്ടാവും. എന്തായാലും ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഒരു 10 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യണം. അങ്ങനെ 10 മിനിറ്റ് ട്രാവൽ ചെയ്തപ്പോഴേക്ക് ഞാനിവിടെ ഫിനിക്സ് മാളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ മോളിന്റെ പേര് തന്നെയാണ് കേട്ടോ ഈ സ്റ്റേഷനുള്ളത്. ഫിനിക്സ് മാൾ സ്റ്റേഷൻ എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. ട്രെയിൻ ഇറങ്ങിയതിന് ശേഷം നമുക്ക് ക്രോസ് ചെയ്തിട്ട് വേണം കേട്ടോ അപ്പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. പക്ഷെ നല്ല സുഖമാണ് ഇവിടെ. കാരണം ട്രെയിൻ ഇറങ്ങി തൊട്ട് മുന്നിൽ തന്നെയാണ് കേട്ടോ മോളിലേക്കുള്ള എൻട്രി എന്ന് പറയുന്നത്. ട്രെയിൻ ഇറങ്ങിയിട്ട് നമ്മൾ നേരെ എൻട്രി ചെയ്യുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ് കേട്ടോ. അവിടെ കുറച്ച് ഫുഡ് കോർട്ടും കുറച്ച് ഷോപ്പുകളും മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ താഴേക്ക് പോകാൻ എസ്കലേറ്റർ വഴിയാണ് പോകുന്നത്. അവിടെയാണ് സൂപ്പർ മാർക്കറ്റ് ഉള്ളത്. ആദ്യം എനിക്ക് സൂപ്പർ മാർക്കറ്റിൽ പോകണം. 2-3 സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അതിനുശേഷം ചുമ്മാ ഒന്ന് ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് പോകാം കേട്ടോ. വരുമ്പോൾ തന്നെ വീട്ടിലേക്ക് പോകുന്ന കാര്യമാണ് പറയുന്നത്. അപ്പം ഞാൻ ആദ്യം സൂപ്പർ മാർക്കറ്റിലേക്ക് പോട്ടെ നമ്മളോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സൂപ്പർ മാർക്കറ്റിലേക്ക് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. ഈ സൂപ്പർ മാർക്കറ്റ് ഇപ്പോൾ റിനോവേഷനൊക്കെ കഴിഞ്ഞതാണ്. അതുകൊണ്ട് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് ഇവർ. ഇതിന് മുന്നേ ഇതിന് ജംബോ എന്നായിരുന്നു കേട്ടോ പേര്. ഭയങ്കര വലിയൊരു സൂപ്പർ മാർക്കറ്റാണ് കേട്ടോ ഇത്. ഇതിനകത്ത് തന്നെ വലിയൊരു ഫുഡ് കോർട്ടും ഉണ്ട് കേട്ടോ. ഇവിടെ വന്ന് പർച്ചേസ് ചെയ്ത് ക്ഷീണിക്കുന്ന ആൾക്കാർക്ക് ചായയും അതുപോലെ തന്നെ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ വാങ്ങിച്ച് കഴിച്ചിരിക്കാം. കുറേ നാളായി വാങ്ങണം എന്ന് വിചാരിച്ചൊരു സാധനമാണത്. അപ്പോൾ എങ്ങനെയുണ്ട്? നല്ല അടിപൊളിയായിട്ടില്ലേ കാണാൻ വേണ്ടിയിട്ട്? അപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഞാനിത് വാങ്ങിയെന്നുള്ളത്. ശരിക്കും ഞാനത് വാങ്ങിയിട്ടില്ല കേട്ടോ. എനിക്കിതുപോലൊരു സ്വഭാവമുണ്ട്. എന്തെങ്കിലും സാധനം കണ്ടെങ്കിൽ ഞാൻ എടുത്ത് നോക്കും. എന്നിട്ട് അതേപോലെ തിരിച്ച് വെച്ചിട്ട് വേറെ സാധനം അന്വേഷിച്ച് നടക്കും. അപ്പോൾ ഞാൻ ശരിക്കും വാങ്ങിക്കാൻ വേണ്ടി വന്നതാ ഈ ഒരു സാധനം ഉണ്ടോ, മിൽക്കി മിസ്റ്റിൻ്റെ നെയ്യ്. ഇവിടെ കിട്ടുന്ന മിക്ക സാധനങ്ങളും നമുക്ക് പേരറിയാത്ത അല്ലെങ്കിൽ നമ്മൾ അറിയ പോലും ചെയ്യാത്ത ബ്രാൻഡായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള പേര് കാണുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമുക്കത് വാങ്ങിക്കാൻ തോന്നുമല്ലോ. അങ്ങനെയാണ് ഞാൻ ഈ മിൽക്കി മിസ്റ്റ് നെയ്യ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നത്. തൊട്ടടുത്ത് RKG കൂടി ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ സ്ഥിരമായിട്ട് RKG ആണ് വാങ്ങിക്കാറ്. പക്ഷേ ഇന്ന് വെറൈറ്റിക്ക് മിൽക്കി മിസ്റ്റ് വാങ്ങിച്ചു. സൂപ്പർ മാർക്കറ്റിൽ സാധനം സെലക്ട് ചെയ്ത സമയത്ത് ഫ്രണ്ടിലുള്ള സാധനങ്ങൾ എടുക്കാതെ ബാക്കിൽ മാത്രം തിരഞ്ഞെടുക്കുന്ന ആളുകളുണ്ടോ. എന്തിനാ അങ്ങനെ എടുക്കുന്നത് വെച്ചാൽ എനിക്കറിയാം. ഏറ്റവും ബാക്കിൽ നിന്ന് എടുത്താൽ മാത്രമേ എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. ടോമാണോ ജെറിയാണോ? ജെറി കഴിക്കുന്ന ചീസ് ഉണ്ടല്ലോ, അങ്ങനത്തെ ചീസ് ഞാൻ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല കേട്ടോ. ഇത് കണ്ടോ, ചീസാണിത്. പോലുള്ള ചീസ് പല തരത്തിലുള്ള ചീസുകളുണ്ട് കേട്ടോ. ഇത് കണ്ടോ, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പഴമാണ്. ചെറിയ പഴം ഉണ്ടാവില്ലേ, അതിന് 48 രൂപ. ഇത് പച്ചയാണ്. പഴുത്തതുണ്ടോ നോക്കട്ടെ. ഈ ഒരു സെക്ഷനിൽ കുറേ സ്നാക്സുകൾ വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒലീവ്സും ചില്ലിയും ഒക്കെ ഉണ്ട്. ടോപ്പിംഗ്സ് ആണെന്ന് തോന്നുന്നു. പിസ്സയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ടോപ്പിംഗ്സ് ആണ്. അതുപോലെ ഒരു സെക്ഷൻ്റെ ഇതാ മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി പൊടികളൊക്കെ നമുക്ക് ആവശ്യത്തിന് തൂക്കിയെടുക്കുന്ന രീതിയിൽ വെച്ചിട്ടുണ്ട്. മഞ്ഞൾ പാക്കാക്കി വെച്ചിരിക്കുന്നത് സഫ്രാൻ. ഇതൊരു തരം ചേനയാണ്. ഫിഷ് ഉണ്ട് കേട്ടോ, പക്ഷേ നല്ലതല്ല. ഈ ഒരു സെക്ഷനിൽ ഫിഷാണ് ഉള്ളത് കേട്ടോ. പക്ഷേ ഈ കിടക്കുന്ന ഫിഷിൽ വയറൊക്കെ പൊട്ടി കിടക്കുന്നതുകൊണ്ട് എനിക്ക് വാങ്ങിക്കാൻ തോന്നിയില്ല കേട്ടോ. പിന്നെ ഇതാ നല്ല അടിപൊളി സാൽമൺ ഫിഷൊക്കെ കിടക്കുന്നുണ്ട്.
അതുപോലെ നമുക്കിവിടെ പലതരത്തിലുള്ള ബ്രെഡുകൾ കിട്ടും കേട്ടോ. ബ്രെഡിൻ്റെ ഒരു വെറൈറ്റി കലവറ തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും. പല സൈസുകളിലുള്ള ബ്രെഡുകൾ. ഇതുണ്ടോ, ഇതൊരു സൈസുള്ള ബ്രെഡാണ്. ഇത് കണ്ടോ, ഇതെന്താ എളുപ്പമുണ്ട്, അത്രയും വലിയൊരു ബ്രെഡ്. മൾട്ടിഗ്രെയിൻ ബ്രെഡ് ഉണ്ട്. അതേപോലെ ബർഗർ ബണ്ണിൻ്റെ പല വിധത്തിലുള്ള ബർഗർ ബണ്ണുകൾ, പിന്നെ ചോക്ലേറ്റ് ബ്രെഡുകൾ. ഇത് കണ്ടോ, പിസ്സ ബ്രെഡ് പോലെ. പിസ്സ എന്തെന്ന് പറയാം, സൽസ ബ്രെഡ്. സൽസ ബ്രെഡ് ഞാൻ ആദ്യമായിട്ട് പറഞ്ഞത്. അതേപോലെ ഇതാ നീളത്തിലുള്ള ബ്രെഡ് കാണിച്ചില്ലേ, അതിൻ്റെ മൾട്ടിഗ്രെയിനുള്ള ബ്രെഡ് കണ്ടോ. അതുപോലെ സെസമേ സീഡ്, നമ്മുടെ എള്ള് വെച്ചിട്ടുള്ള ബ്രെഡ്. അങ്ങനെ ബ്രെഡിൻ്റെ ഒരു വെറൈറ്റി കലവറയാണ് കേട്ടോ മൗറിഷ്യസ് എന്ന് പറയുന്നത്. കാരണം ഇവരുടെ പ്രധാനപ്പെട്ട ഭക്ഷണം എന്ന് പറയുന്നത് ബ്രെഡാണ്. ഞാനിതുവരെ ഈ പിസ്സ ബ്രെഡ് ഇതുവരെ എവിടെയും കണ്ടില്ല കേട്ടോ. അതുകൊണ്ട് ചീസാണ്, ഓണിയനല്ല, ചീസ് ബ്രെഡാണ്. അപ്പോൾ നമുക്കിതൊന്ന് വാങ്ങിച്ച് നോക്കാം. ക്രോസോ, അതുപോലെ തന്നെ ഇവിടെ ഒരു സെക്ഷനിൽ ഫ്രഷ് ആയിട്ട് മേക്ക് ചെയ്തിട്ടുള്ള ബ്രെഡുകളുണ്ട്. ചെയ്യാം, ഇതിന്ന് 2 സാധനങ്ങൾ എടുത്തിട്ട് പാക്ക് ചെയ്തിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകാം. വൈകുന്നേരം ചായക്ക് എടുക്കാനാവും. കവർ വെച്ചിട്ടുണ്ട്. അയ്യോ കിട്ടുന്നില്ല. അപ്പോൾ അതവിടെ ഒരു കവർ വെച്ചിട്ടുണ്ട്. ഈ കവറിലേക്ക് നമ്മൾ ഇത് വെച്ചിട്ട് എടുത്തിടാൻ വേണ്ടത്. ഞാനൊരു ബോട്ടിൽ ജ്യൂസ് വാങ്ങിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ സ്ട്രോ വാങ്ങിച്ചിട്ട് വരാം നമുക്ക്. ഇത് സ്ട്രോ, താങ്ക് യു. അപ്പോൾ സ്ട്രോ കിട്ടി, നമുക്ക് നേരെ ഇനി വീട്ടിലേക്ക് പോകാം. കട്ട്ബോൺ മാർക്കറ്റിലാണ് കേട്ടോ. മാർക്കറ്റിൻ്റെ ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഡ്രസ് മാർക്കറ്റിൻ്റെ, വെജിറ്റബിൾ മാർക്കറ്റിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അത് പോയി കാണാം. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം. ഈ മാർക്കറ്റിൻ്റെ വീഡിയോ ഞാൻ പിന്നൊരു ദിവസം ചെയ്യുന്നതായിരിക്കും. ഇവിടെ ഇന്നധികം തിരക്കില്ല, കാരണം ഇത് ഫ്രൈഡേ മാർക്കറ്റാണ്. സാധാരണ നല്ല തിരക്കുണ്ടാവണമെങ്കിൽ സൺഡേ മാർക്കറ്റോ അല്ലെങ്കിൽ തേഴ്സ്ഡേ, വ്യാഴാഴ്ചയുള്ള ദിവസങ്ങളിലോ വരണം. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ പിന്നൊരു ദിവസം ചെയ്യുന്നതായിരിക്കും. ഞാനിപ്പോൾ ഇവിടെ ഫുഡ് കോർട്ടിൽ വന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫുഡ് കോർട്ടിലേക്ക് പോകാം. പിന്നെ ഇവിടുന്ന് ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്. വീട്ടിൽ ഞാൻ ഫുഡൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് രാവിലെ പുറത്ത് പോകുന്നതുകൊണ്ട് ഫുഡ് വയ്ക്കാൻ സമയം കിട്ടില്ല. അപ്പോൾ ഇവിടെ നല്ല ചോറും കറിയൊക്കെ കിട്ടും. മൗറിഷ്യസ് സ്റ്റൈലാണ്. അപ്പോൾ എന്നാലും അത് വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിലെത്തി. ഞാൻ പറഞ്ഞ ഫുഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഫുഡ് വാങ്ങിച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ വാങ്ങിച്ച ഫുഡ്. സാധാരണ ചോറും കറിയാണ് കേട്ടോ. നമ്മളെ നാട്ടിലൊക്കെ കിട്ടുന്ന പോലെ റൈസും കറി, ചട്നി. ഇത് മാങ്ങാ ചമ്മന്തിയാണേ. ഞാൻ ഈ റൈസിൻ്റെ ഒരു വലിയ ഫാനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവരധികം മസാലാസ് ഒന്നും യൂസ് ചെയ്യില്ല കേട്ടോ. നമ്മളിപ്പോൾ ചെയ്യുന്ന പോലെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി അങ്ങനെയൊന്നും യൂസ് ചെയ്യില്ല. കുറച്ചേ യൂസ് ചെയ്യുള്ളൂ, യൂസ് ചെയ്യണേ തന്നെ. അപ്പോൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അധികം മസാലകളൊന്നും വേണ്ട ഫുഡിന് എന്നുള്ളത്. കുറച്ച് മസാല ഇട്ടാൽ തന്നെ നല്ല ടേസ്റ്റാണെന്നുള്ളത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം അതുപോലെയാണ് ഇവരുടെ ഈ റൈസ്. ആ ചൂടുള്ള റൈസിൻ്റെ കൂടെ അവർ തന്നിട്ടുള്ള ഇതും കൂടി ഒഴിച്ചാൽ അടിപൊളി. അപ്പോൾ ഇതാ ഫുഡ് റെഡിയാണ്. ഞാൻ ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ അതിന് മുന്നേ നമുക്ക് വീഡിയോ ഒന്ന് എൻഡ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അതിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്തതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തിയിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ദിസ് ഇസ് പ്രതീക്ഷ സൈനിങ് ഓഫ് ഫ്രം ടേസ്റ്റി ട്രാവൽ ഡയറീസ്. ബൈ. വിരലുകൾ കോർക്കാം.